പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് വലിയ സ്നേഹവും കാരുണ്യവും പ്രദർശിപ്പിക്കാറുണ്ടെന്നാണ് വിശുദ്ധർക്ക് കിട്ടിയ ദർശനങ്ങൾ പലപ്പോഴും സാക്ഷ്യപ്പെടുത്തുന്നത്. വിശുദ്ധ ബ്രിജിത്തിനുണ്ടായ ഒരു ദർശനം ഇപ്രകാരമാണ്. എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിച്ച താരതമ്യേന നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ മരിക്കുകയുണ്ടായി. മരണശേഷം അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി വിലപേശാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കുറവുകളുടെയും പാപങ്ങളുടെയും ഒക്കെ ലിസ്റ്റുമായി സാത്താൻ കടന്നു വന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നന്മകളുടെയും സുഹൃതങ്ങളുടെയും ലിസ്റ്റ് കരങ്ങളിലെടുത്ത് പരിശുദ്ധ അമ്മയും കടന്നു വന്നു. അദ്ദേഹം ജീവിതത്തിൽ അർപ്പിച്ച പ്രാർത്ഥനകളുടെയും ജപമാലകളുടെയും സത്കൃത്യങ്ങളുടെയും ഒക്കെ ഒരു നീണ്ട ലിസ്റ്റ് അമ്മയുടെ കരങ്ങളിലുണ്ടായിരുന്നത്രേ. അമ്മയുടെ സാന്നിധ്യത്താലും അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥത്താലും ആ മനുഷ്യൻ നിത്യസൗഭാഗ്യം അനുഭവിക്കാനിടയായി എന്നുള്ളതായിരുന്നു വിശുദ്ധ ബ്രിജിത്തിന് ലഭിച്ച ദർശനം. പലപ്പോഴും ശുദ്ധീകരണാവസ്ഥയിൽ കിടക്കുന്ന ആത്മാക്കളെ പരിശുദ്ധ അമ്മ സന്ദർശിക്കുന്നതായി വിശുദ്ധ ബ്രിജിത്തും വിശുദ്ധ ജത്രൂദും വിശുദ്ധ ഫൗസ്റ്റീനായും ഒക്കെ ദർശനങ്ങളിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയുടെ വലിയ സ്നേഹത്തണലിലേക്ക് ഇന്നേ ദിവസം സാധിക്കുമെങ്കിൽ ശുദ്ധീകരണ ആത്മാക്കളെ ചേർത്ത് വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ജപമാല പ്രാർത്ഥനകൾ ശുദ്ധീകരണാവസ്ഥയിൽ വേദനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാകാൻ അങ്ങനെ നമുക്കും സാധിക്കും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.